63ാമത് കാസർഗോഡ് റവന്യൂ ജില്ലാ കേരള സ്കൂൾ കലോത്സവം ഉദിനൂരിൽ ഉജ്ജ്വലമായി പുരോഗമിക്കുന്നു. 5 ദിനങ്ങളിലായി നടക്കുന്ന മേളയുടെ ഔപചാരികമായ ഉദ്ഘാടനം സിനിമാ നടനും സംവിധായകനുമായ മധുബാൽ നിർവഹിച്ചു. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanjangad, Kozhikode, Koilandi and Kutyadi. കലയുടെ പൂർണ്ണ സമർപ്പണമാണ് കലോത്സവങ്ങളെന്ന് പ്രശസ്ത സിനിമാ താരവും സംവിധായകനുമായ മധുബാൽ പറഞ്ഞു. ഉദിനൂരിൽ 63ാമത് കാസർഗോഡ് റവന്യൂ ജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 1975 മുതൽ പല കലോത്സവങ്ങളിലും കാഴ്ചക്കാരനായി താൻ നിന്നിട്ടുണ്ട്. അവിടെ നിന്നാണ് കലയെ സ്നേഹിക്കാൻ തുടങ്ങിയത്. കലയെയും അക്ഷരങ്ങളെയും സ്നേഹിക്കുന്നവരാണ് കാസർഗോട്ടുകാരെന്നും മധുബാൽ അഭിപ്രായപ്പെട്ടു. ഇവിടെയുള്ള ഏറ്റവും വലിയ സന്തോഷം തന്നത് ഞാൻ ഏറ്റവും കൂടുതൽ സജീവമായിട്ട് കണ്ടത് ഇവിടെയുള്ള സകല ജനപ്രതിനിധികളുമായിട്ടും പലപ്പോഴായിട്ട് ഇടപഴകുമ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് കൃത്യമായിട്ട് വായിക്കുകയും അക്ഷരത്തെ സ്നേഹിക്കുകയും ആളുകളുമായി ഇടപെടുമ്പോൾ അതിന് കൃത്യമായി ഉത്തരം നൽകാൻ ബോധമുള്ള ആൾക്കാരുമാകുന്നത്. അത് ഈ നാടിൻ്റെ തന്നെ ഒരു മഹത്വമാണ്. ഒരു കൂട്ടായ്മയുടെ ഒത്തുചേരലിന്റെ ഗുണമാണ് അതൊക്കെ. കാരണം അത് ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് എനിക്ക് പലപ്പോഴും തോന്നി. കാരണം ഇവിടെ നിന്ന് പല കുട്ടികളും പല രീതികളിലായിട്ട് സിനിമയായാലും നാടകമായാലും സംഗീതമായാലും സാഹിത്യമായാലും ഒക്കെ ചെന്ന് ഇടപെടുമ്പോൾ അവർക്കുള്ളൊരു വലിയ, കാരണം ഏറ്റവും സന്തോഷമുണ്ടെന്ന് കുഞ്ഞികൃഷ്ണ ഭാഷ ഈ പ്രദേശത്ത് നിന്നും ഒരു നടൻ എന്ന രീതിയിൽ ആദ്യത്തെ സിനിമയിൽ തന്നെ അഭിനയിക്കുകയും അതിന് സംസ്ഥാന പുരസ്കാരം വാങ്ങിക്കുകയും ചെയ്യുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. ആ ഭാഷ ഇവിടെ എത്രത്തോളം കുട്ടികളുമായിട്ട് ഇടപഴകുന്നുണ്ട്, ഇവിടുത്തെ അധ്യാപകരുമായിട്ട് ഇടപഴകുന്നുണ്ട്. ചടങ്ങിൽ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ അധ്യക്ഷയായി. ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ ഡി ശില്പ മുഖ്യാതിഥിയായി പങ്കെടുത്തു. എംഎൽഎമാരായ എം രാജഗോപാലൻ, ഇ ചന്ദ്രശേഖരൻ, സി എച്ച് കുഞ്ഞമ്പു, കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത, സിനിമാ താരം പി പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു. ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ടി വി മധുസൂദനൻ സ്വാഗതവും കണ്ണൂർ RDD ആർ രാജേഷ് കുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.